തൊക്കർ സാഗയിലേക്ക് വിനേഷ് കുഞ്ഞിരാമൻ കൂടി ചേരുകയാണ്. വിനേഷ്, ഭൂമിയിലും ആകാശത്തും ഒന്നും ആയിരിക്കില്ലല്ലോ അല്ലേ? പിന്നെ ഗംഭീരമായിട്ടുള്ള മത്സരം, ഒരു ത്രില്ലിംഗ് പോരാട്ടം. അർജന്റീന ആരാധകർക്കും അർജന്റീന വിരോധികൾക്കും ഒരുപോലെ സന്തോഷവും നിരാശയും എല്ലാം വന്നിട്ടുള്ള ആദ്യത്തെ 75 മിനിറ്റുകൾ അർജന്റീന വിരോധികളായിട്ടുള്ള ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ബ്രസീലായാലും പോർച്ചുഗലായിട്ടുള്ള ആരാധകർക്ക് ഒക്കെ വളരെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നല്ലോ. കാരണം 2 ഗോളിന് മുന്നിൽ നിൽക്കുന്നു, ലോക ചാമ്പ്യന്മാർ ഇതാ ഈജിപ്തിനോട് തോൽക്കാൻ പോകുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ അവസാനത്തെ 15 മിനിറ്റ് കണ്ട കളി അത് അസാധ്യ കളി എന്ന് മാത്രമേ പറയാനുള്ളൂ. ലയണൽ മെസ്സി മുന്നിൽ നിന്ന് നയിക്കുന്നു, ആദ്യത്തെ ഒരു അസിസ്റ്റ് കൊടുക്കുന്നു, പിന്നീട് ഒരു ഗോൾ നേടുന്നു. ശരി, 2-2 എക്സ്ട്രാ ടൈമിലേക്ക് എന്നൊക്കെ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് 92 മിനിറ്റും കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വിജയ ഗോൾ വരികയാണ്. നിശ്ചിത സമയത്ത് തന്നെ കളി അവസാനിപ്പിച്ചിരിക്കുന്നു. 3-2 എന്നുള്ള സ്കോറിന് ജയിച്ചുകൊണ്ട് ഈജിപ്തിനെ തോൽപ്പിച്ചുകൊണ്ട് തുടർച്ചയായി ക്വാർട്ടർ ഫൈനലിലേക്ക് മാർച്ച് ചെയ്ത് മുന്നോട്ട് പോയിരിക്കുകയാണ്. അതായത് ഈ 70 മിനിറ്റ് പുറത്തെടുക്കാൻ കഴിയാതിരുന്ന ഒരു കളി പിന്നെ എങ്ങനെയാണ് ഈ അവസാനത്തെ 20 മിനിറ്റ് ഉണ്ടാകുന്നത്? അതാണ് ഊർജ്ജം എന്ന് പറയുന്നത്. അവിടെ ഒരു ടാക്ടിക്സ് ഉണ്ടായിരുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു 70 മിനിറ്റിന് ശേഷം അർജന്റീന വരുത്തിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നല്ലോ. നിക്കോ വരുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ ഈ സെൻട്രൽ ഡിഫൻഡേഴ്സ് പന്തുമായി വൈഡിലേക്ക് പോകുന്നത് കാണുമായിരുന്നു. പക്ഷേ ഇന്നലത്തെ മത്സരത്തിലേക്ക് നോക്കുക കഴിഞ്ഞാൽ ഒരു 75 മിനിറ്റ് ശേഷം സെൻട്രൽ ഡിഫൻഡേഴ്സ് പന്തുമായി സെൻറ്ററിലേക്കാണ് കട്ട് ചെയ്ത് കയറുന്നത്. ഒപ്പം തന്നെ വിങ് ബാക്കുകൾ വൈഡായി നീങ്ങി നിൽക്കുന്നത് കാണാം. അതായത് 2 സ്ഥലങ്ങളിലേക്ക് 2 വിങ്ങുകളിലേക്കും കുറച്ചുകൂടി വീതിയിൽ മാറി നിൽക്കുന്നു, അകലേക്ക് മാറി നിൽക്കുന്നു. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? എതിർ പ്രതിരോധ നിരക്കാർക്ക് ഏറ്റവും വീതിയിലേക്ക്, ഏറ്റവും മൈതാനത്തിൻ്റെ 2 അറ്റത്തേക്കും ഡിഫൻഡർമാർക്ക് പോകേണ്ടി വരുന്നു. സെൻട്രൽ നടുക്കുള്ള ഡിഫൻഡർമാരൊക്കെ അവിടെയും നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ വിള്ളലുകൾ കൂടും. അപ്പോൾ അർജന്റീന മിഡ്ഫീൽഡർമാർക്കും ഡിഫൻഡേഴ്സിനും എല്ലാവർക്കും പന്ത് അനായാസം ഇങ്ങനെ കൈമാറി അവിടെ വിള്ളലുകൾ ഉണ്ടാക്കാനും മുന്നോട്ടേക്ക് പോകാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് അവസാന നിമിഷങ്ങളിലേക്ക് വന്ന തന്ത്രങ്ങളിലുണ്ടായ മാറ്റം. ഈ പെനാൽറ്റി മിസ്സാവുന്ന ഒരു സമയമുണ്ടല്ലോ, ബ്രസീലും സമാനമായ സാഹചര്യത്തിൽ നിന്ന് പിന്നെ തിരിച്ചു കയറാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോയത്. ഒരു പെനാൽറ്റി മിസ്സാവുന്നു, പിന്നീട് അവർ 2 ഗോൾ അടിക്കുന്നു, 2 തിരിച്ചടിക്കാനേ കഴിയാത്തൊരു സാഹചര്യം. കൈവിട്ടു പോയി എന്ന് വിചാരിച്ച ഒരു സമയമുണ്ടല്ലോ അല്ലേ? ഉണ്ട്. സ്വാഭാവികമായിട്ടും അർജന്റീന ആരാധകർക്കൊക്കെ ഇതൊരു ഓഫ് ഡേ ആണ്, മെസ്സിയുടെ ഒരു ഓഫ് ഡേ ആണ്. കാരണം ടച്ചുകളൊന്നും കാലിൽ നിൽക്കുന്നില്ല, പെനാൽറ്റി മിസ്സാകുന്നു. പെനാൽറ്റി മിസ്സുകൾ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്, ഈ ലോകകപ്പിൽ തന്നെ കണ്ടിട്ടുണ്ട്. പെനാൽറ്റി മിസ്, അതായത് ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ പെനാൽറ്റി മിസ് ചെയ്ത താരമെന്ന റെക്കോർഡോടുകൂടി പടിയിറങ്ങേണ്ടി വരുമോ? ആ റെക്കോർഡ് ഓൾറെഡി ലയണൽ മെസ്സിയുടെ കയ്യിലാണ്. ആ റെക്കോർഡും വേണം എന്നുള്ളതാണ്. സകലമായ റെക്കോർഡുകളും സ്വന്തമാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് മെസ്സിക്ക് ഉള്ളത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഓഫ് ഡേ ആണ് എന്ന് തോന്നിയ ദിവസമാണ് ഒരു ഗോളും ഒരു അസിസ്റ്റും ബാക്കിയൊക്കെ നേടുന്നത്. റെക്കോർഡ് വന്നിട്ടുണ്ട്. എല്ലാത്തിലും കണക്കുകളിലേക്ക് പോയാലോ? യെസ്, വളരെ പെട്ടെന്ന് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇന്നലത്തെ മത്സരത്തിന്റെ കണക്ക് എന്ന് പറയുന്നത്. അർജന്റീന 17 ഷോട്ടുകളാണ് എതിർ ഗോൾമുഖത്തേക്ക് ഉതിർത്തത്. അതിൽ 7 എണ്ണം ലക്ഷ്യത്തിലേക്കാണ് പോയത്. പൊസഷൻ നോക്കുകയാണെങ്കിൽ 58% അർജന്റീന താരങ്ങളുടെ കാലുകളിലായിരുന്നു. 599 പാസുകൾ അവർ പരസ്പരം കൈമാറിയിട്ടുണ്ട്. 91% അതിൽ കൃത്യതയുണ്ട്. മറുവശത്ത് നോക്കുക, 4 ഷോട്ടാണ്. ആ 4 ഷോട്ടുകളിൽ 2 ഷോട്ട് മാത്രമാണ് ലക്ഷ്യത്തിലേക്ക് പോയത്. ആ 2 ഗോളായിട്ടുമുണ്ട്. ആകെ 2 ഷോട്ട് മാത്രമാണ്. ഈ 67-ാം മിനിറ്റിൽ ഇവരുടെ 2ാമത്തെ ഗോൾ വരുന്നുണ്ടല്ലോ. ആ 2ാമത്തെ ഗോൾ എന്ന് പറയുന്നത് അത് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള, ലക്ഷ്യത്തിലേക്ക് വന്നിട്ടുള്ള 2ാമത്തെ ഷോട്ട് മാത്രമാണ്. പൊസിഷനിലും പാസുകളിലുമൊക്കെ അർജന്റീനയ്ക്ക് പിന്നിൽ നിൽക്കുന്നു. അത് കാരണം എന്താണെന്ന് കരുതിയാൽ അർജന്റീന പിന്നിൽ നിൽക്കുകയാണ്, ഈജിപ്ത് മുന്നിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് അവർ അധിക നേരം പന്ത് കാലിൽ വെച്ച് കളിക്കേണ്ടതില്ല. അതാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇനി നമുക്ക് മെസ്സിയുടെ പ്രകടനത്തിലേക്ക് പോകാം. ഒരു ഓഫ് ഡേയിൽ മെസ്സി എങ്ങനെയാണ് പെർഫോം ചെയ്തത് നോക്കുക. 77 ടച്ചുകളാണ് അദ്ദേഹം ആ ഒരു 95 മിനിറ്റിനുള്ളിൽ നടത്തിയിട്ടുള്ളത്. 77 ടച്ചുകൾ. ഹാലൻഡിന് 33 ടച്ചായിരുന്നു. അതെ, അത് രണ്ടുപേരും കളിക്കുന്ന ഒരു പൊസിഷന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. പക്ക ഒരു ഫിനിഷറായി കളിക്കുകയാണ് ഹാലൻഡ്. ഇദ്ദേഹം ഇന്നലെ ഹാലൻഡ് ആ ഗോളിന്റെ വിഷ്വൽസ് ഇന്നുണ്ട് അല്ലേ? അതായത് വെറുതെ നടക്കുന്നു, ഒരു ഗോൾ വരുന്നു, ഹെഡ് ചെയ്യുന്നു. ഓക്കെ, അതും മതി. ഇന്നലെ ഇപ്പോൾ മെസ്സിക്ക് കുറച്ചുകൂടി അദ്ദേഹത്തിന്റെ വിങ്ങിലേക്ക് നീങ്ങി കളിക്കാനും പറ്റിയിട്ടുണ്ട് അവസാന നിമിഷം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നിക്കോയും ലൗതാരയും ഒക്കെ ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് വൈഡായി നീങ്ങി അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ കളി കളിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പ്രകടനമാണ് കാണുന്നത്. 53 പാസുകളാണ്, അതിൽ 44 എണ്ണം കൃത്യമായിരുന്നു. അതിന്റെ കൃത്യത എന്ന് പറയുന്നത് 83%. 5 ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തിട്ടുണ്ട്. 2 ലക്ഷ്യത്തിലേക്കാണ്. ഒന്ന് ഒരു ഫ്രീ കിക്ക് പോസ്റ്റ് തട്ടി പോകുന്നതും കണ്ടു. എന്തോരം അവസരങ്ങൾ അർജന്റീനയ്ക്ക് കിട്ടി, ആദ്യ പകുതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് ഒന്ന് മക്കലിഷിന്റെ ഹെഡർ, അതുപോലെ തന്നെ പിന്നീട് അൽവാരസിന്റെ ഒരു ഷോട്ട്, വളരെ ശ്രമകരമായാണ് എതിർ ഗോളി അത് തട്ടിക്കളയുന്നത്. പിന്നെ ഈ പോസ്റ്റിൽ അടിച്ചു പോയത്. അങ്ങനെ അവസരങ്ങളുടെ എണ്ണത്തിൽ അർജന്റീന മുന്നിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ഈജിപ്തിന്റെ പോരാട്ട വീരത്തെ സംബന്ധിച്ച് കൊടുത്തേ പറ്റൂ. ആ രീതിയിൽ അവർ പോരാടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങൾ ഈ കമ്മിറ്റി ടീം ആയതുകൊണ്ടാണ് തുടങ്ങിയ വിമർശനങ്ങളും വലിയ തോതിൽ ഉണ്ടാകുന്നുണ്ട്. ആ വിമർശനങ്ങളെ കുറിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കൃത്യമായി പറയുന്നുണ്ട്, വിശദമായി പറയുന്നുണ്ട്. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ ഗോൾഡൻ ബൂട്ട് റണ്ണ്, കാരണം ഇപ്പോൾ 8 ഗോളായി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് മുന്നിൽ വന്നിരിക്കുന്നു അല്ലേ? തല ഫോർ എ റീസൺ.
തല ഫോർ എ റീസൺ. 8 ഗോളുകൾ ഇതിനോടകം ലയണൽ മെസ്സിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എർലിംഗ് ഹാലൻഡ് 7, കിലിയൻ എംബാപ്പെ 7, ഹാരി കെയ്ൻ 6. ഈ ടീമുകളൊക്കെ, ഈ താരങ്ങളൊക്കെ തന്നെ ഈ ടൂർണമെന്റിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നമ്പറിൽ ഇനിയും മാറ്റം വരും. ഈ 7-7-7 നിന്നപ്പോ മെസ്സി ഒരു മത്സരം കുറച്ചാണ് കളിച്ചിരുന്നത്. അതെ, ഇപ്പൊ ഒരു ഗോളിയും കൂടെ വന്നു. എല്ലാവരും ക്വാർട്ടറിലേക്ക് എത്തിയപ്പോൾ മെസ്സി മുന്നിലെത്തിയിട്ടുണ്ട്. മെസ്സി ഇതിലും ഒരു റെക്കോർഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു എഡിഷനിൽ കൂടുതൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്നുള്ളത് 30 കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം എന്നുള്ള റെക്കോർഡ് തിരുത്തി കുറിച്ചിട്ടുണ്ട്. ആ റെക്കോർഡ് നേരത്തെ ആരുടെ പേരിലായിരുന്നു അറിയോ? മെസ്സിയുടെ പേരിൽ കഴിഞ്ഞ ലോകകപ്പിൽ 7. ശരി, ഓക്കെ. ഇനി നമുക്കൊരു റിപ്പോർട്ടും കൂടി നോക്കാം. അതിനുശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വീണ്ടും വരാം. ഇപ്പൊ നിങ്ങളുടെ ദിവസമാണല്ലോ, ഞാനിത് കേട്ടല്ലേ പറ്റുള്ളൂ പ്രേക്ഷകരും.